ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന പഠനത്തിൽ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനമാണ് ഈ ക്ലാസ്സിൽ നാം പരിശോധിക്കുന്നത്. വേദപുസ്തകത്തിലെ 55-ാമത്തെയും പുതിയ നിയമത്തിലെ 16-ാമത്തെയും പുസ്തകമാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം. ഈ ലേഖനത്തിൻ്റെ പ്രത്യേകത അപ്പോസ്തലനായ പൗലോസിൻ്റെ അവസാനത്തെ ലേഖനം, അതായത് കാലഘട്ടപരമായിട്ട് ചിന്തിക്കുമ്പോൾ അദ്ദേഹം എഴുതിയ അവസാനത്തെ ലേഖനമാണ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം എന്നതാണ്. നമുക്ക് ഈ ലേഖനം എഴുതിയ പശ്ചാത്തലം പരിശോധിച്ചാൽ, തിമോത്തിയോസിന് 1-ാം ലേഖനം എഴുതിയതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ വീണ്ടും തടവിലായി. ഗ്രീക്ക് ദേശത്തോ ഏഷ്യ മൈനറിലോ വെച്ചായിരിക്കണം അദ്ദേഹത്തെ വീണ്ടും തടവിലാക്കിയത്. തടവിലാക്കിയ ഉടനെ അദ്ദേഹത്തെ ഒരു കൊടും കുറ്റവാളിയെപ്പോലെ പെട്ടെന്ന് റോമിലെ കാരാഗൃഹത്തിലേക്ക് മാറ്റി. ക്രിമിനൽ, കൊടും കുറ്റവാളി. 2-ാം അധ്യായത്തിന് 9-ാം വാക്യം വായിച്ചാൽ, ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരൻ, ക്രിമിനൽ. ഐ എം സഫറിങ് ജസ്റ്റ് ലൈക്ക് എ ക്രിമിനൽ. ഒരു ക്രിമിനലിനെ പോലെയാണ് എന്നെ കൈകാര്യം ചെയ്യുന്നത് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇത് പെട്ടെന്നുള്ളൊരു അറസ്റ്റായിരുന്നതുകൊണ്ട്, പെട്ടെന്ന് തടവിലാക്കിയതുകൊണ്ട് തൻ്റെ സ്വന്തം ആവശ്യത്തിനുള്ള അത്യാവശ്യ സാധനങ്ങൾ പോലും എടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, ഞാൻ ത്രോവാസിൽ കർപ്പോസിൻ്റെ പക്കൽ വെച്ചേച്ചു പോകുന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക എന്ന് നാം വായിക്കുന്നുണ്ട്. ഞാൻ ത്രോവാസിൽ കർപ്പോസിൻ്റെ പക്കൽ വെച്ചേച്ചു പോകുന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ത്രോവാസിലെ കർപ്പോസിൻ്റെ വീട്ടിൽ നിന്നാണ് പൗലോസിനെ അറസ്റ്റ് ചെയ്തത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കാരണം കർപ്പോസിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തു. അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെയായി പോയി. അത് എടുക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ഈ പ്രാവശ്യത്തെ പൗലോസ് അപ്പോസ്തലൻ്റെ തടവ് ആദ്യത്തെ തടവിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. നമുക്ക് 1-ാമത്തെയും ഈ 2-ാമത്തെയും തടവ് തമ്മിലൊന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, 1-ാമത്തെ പ്രാവശ്യം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂലിക്ക് വാങ്ങിയ ഒരു വീട്ടിൽ തൻ്റെ അടുക്കൽ വരുന്ന ആളുകളെ സ്വീകരിക്കുന്നതിനും അവർക്ക് ഉപദേശം കൊടുക്കുന്നതിനും ഒക്കെയുള്ള അനുവാദവും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങളിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ അപ്പോസ്തല പ്രവൃത്തി അവസാനിക്കുന്നത്. തടവിലായ പൗലോസിന് അവിടെ അനുവദിച്ചിരുന്ന സ്വാതന്ത്ര്യം, തൻ്റെ അടുക്കൽ വരുന്നവരെ വിഘ്നം കൂടാതെ താൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ, അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തൻ്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യം, ഒരു വീട്ടുതടങ്കൽ പോലെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം, 2-ാമത്തെ പ്രാവശ്യം ഒറ്റയ്ക്കാണ്. ആരും ഇങ്ങനെ വരാനും പോകാനും അനുവദിച്ചിട്ടില്ല. കാരണം ദുഷ്പ്രവർത്തിക്കാരൻ, ലൈക്ക് എ ക്രിമിനൽ. 2 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിച്ചാൽ, 10 മുതൽ 12 വരെ വായിക്കണം. 11 വായിച്ചാൽ, ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷകനായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. അപ്പം ഇപ്പം കൂടെ ലൂക്കോസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പോയി. ഒറ്റയ്ക്കാണ്. ലൂക്കോസ് കൂടെ എന്ന് പറഞ്ഞാൽ അത് തടവ് കാരാഗൃഹത്തിലാണെന്ന് അറിയാൻ പാടില്ല. ആ ഭാഗത്ത് എവിടെയെങ്കിലും അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ടായിരിക്കാം. അല്ലാതെ ഒരു വീട് എടുത്തിട്ട് ഇഷ്ടം പോലെ വരാനും പോകാനുമുള്ള അനുവാദം ഇല്ല. നൗ ലൈക്ക് എ ക്രിമിനൽ. ആദ്യത്തെ പ്രാവശ്യം പോലെ അല്ല. അതുപോലെ തന്നെ ആദ്യത്തെ തടവിൽ ആയിരുന്നപ്പോൾ താൻ സ്വാതന്ത്ര്യം പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ പുറത്തു വരും, ഞാൻ തടവിൽ നിന്ന് ഇറങ്ങിയാൽ നിങ്ങളെ വന്ന് കാണും എന്നുള്ളൊരു ആശ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അദ്ദേഹം തടവിൽ നിന്ന് ഇറങ്ങി ആരെയും കാണാനല്ല പ്രതീക്ഷിക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ചാൽ, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഹീസ് എക്സ്പെക്ടിങ് ഡെത്ത്, അല്ലേ? വേറൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത്. ഇപ്പം എന്താ പ്രതീക്ഷിക്കുന്നത്? നിര്യാണം. എൻ്റെ നിര്യാണ കാലം, ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ, നിങ്ങളെ വിട്ടു പോകാനുള്ള സമയം അടുത്തു. അപ്പോൾ 1-ാം പ്രാവശ്യത്തിലെ തടവും ഈ പ്രാവശ്യത്തിലെ തടവും തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ടെന്നുള്ള കാര്യം ഈ താരതമ്യം കൂടുതൽ നിങ്ങൾ അനലൈസ് ചെയ്താൽ കാണാനായിട്ട് സാധിക്കും. പൗലോസിനെ റോമൻ ചക്രവർത്തിയായ നീറോയുടെ മുമ്പിൽ കൊണ്ടുവന്നെങ്കിലും കേസ് നീട്ടിവെച്ചു. പല പ്രാവശ്യം കേസ് നീട്ടിവെക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 16, 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ
ആരും എനിക്ക് തുണ നിന്നില്ല. ഒന്നാം പ്രതിവാദത്തിലാണ് ആദ്യം കൊണ്ടുവന്നത്. അന്ന് ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണ നിന്നു. അപ്പൊ ആരും കൂടെ ഉണ്ടായിരുന്നില്ല, കർത്താവ് മാത്രമാണ് തുണ നിന്നത്. അപ്പം പ്രതിവാദം പറയാനായിട്ട്, എനിക്ക് ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് പറയാനായിട്ട് അനുകൂലമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഒരു ദുഷ്പ്രവൃത്തിക്കാരനെ പോലെയാണ് തടവിൽ ആക്കിയിരുന്നത്. എന്നാൽ വീണ്ടും ചക്രവർത്തിയുടെ മുമ്പിൽ കേസ് വാദത്തിനായിട്ട് വിളിക്കാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് ഈ ലേഖനം എഴുതുന്നത്. മനസ്സിലായല്ലോ? ഒരു പ്രാവശ്യം കേസ് വിളിച്ചു, ആ കേസ് തനിക്ക് അനുകൂലമായിരുന്നില്ല. അപ്പോൾ വീണ്ടും വാദത്തിനായിട്ട് മാറ്റിവെച്ചു. ഇനി അടുത്ത വിളി വരുന്നു. വിളി വരുമ്പോൾ മിക്കവാറും അതിൻ്റെ കൂടെ എന്തും വരും, നിര്യാണം കൂടെ വരും, അല്ലെങ്കിൽ തനിക്ക് മരണവും കൂടെ വരാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ബദ്ധപ്പാടിൻ്റെ നടുക്കാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നതെന്നുള്ള കാര്യം ഓർക്കണം. കേസ് വിളിക്കുന്നതിന് മുമ്പ് തിമത്തിയോസ് വരുമോ എന്ന് ശരിക്കും ഉറപ്പില്ലാത്തത് കൊണ്ട് വരാൻ ഉത്സാഹിക്കാൻ പല വാക്യങ്ങളിലും വരിക വരിക എന്ന് പറയുന്നുണ്ട്. തിടുക്കത്തോടെ പെട്ടെന്ന് വരണം, ചിലപ്പോൾ നീ താമസിച്ചു പോയാൽ എന്നെ കാണാൻ കഴിഞ്ഞു എന്ന് വരികയല്ല. ഞാനൊരു ദുഷ്പ്രവൃത്തിക്കാരനെ പോലെ ചക്രവർത്തി എന്നെ കാണുന്നത് കൊണ്ട് മിക്കവാറും എന്നെ വകവരുത്താനുള്ള സാധ്യതയുണ്ട്. സോ കം ക്വിക്ക്ലി. ആ ഒരു റിങ് പല വാക്യങ്ങളിലുണ്ട്. ഞാൻ ചില വാക്യങ്ങൾ വായിപ്പിക്കട്ടെ. 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. വേഗത്തിൽ വരുവാൻ, വരുവാൻ എന്നുള്ള പദം നോക്കുക. 4:11 മർക്കോസിനെ കൂട്ടിക്കൊണ്ട് വരിക ഉണ്ടോ? 4:11 അവനെ കൂട്ടിക്കൊണ്ട് വരിക. മർക്കോസിനെ കൂട്ടിക്കൊണ്ട് വരിക. 13-ാം വാക്യം, നീ വരുമ്പോൾ ചിലതൊക്കെ കൊണ്ടുവരിക. നമ്മൾ നേരത്തെ വായിച്ചാട്ടെ. നീ വരുമ്പോൾ പുതപ്പും ചർമ്മ ലിഖിതങ്ങളും കൊണ്ടുവരിക. 21-ാം വാക്യം, ശീതകാലത്തിന് മുമ്പേ വരാൻ ശ്രമിക്കുക. ശീതകാലത്തിന് മുൻപേ വരുവാൻ ശ്രമിക്കുക. അപ്പോൾ 9, 11, 13, 21 വാക്യങ്ങളിലൊക്കെ വരിക വരിക, വേഗം വരിക എന്നുള്ള ഒരു നിർബന്ധം കിടക്കുന്നത് നമുക്ക് കാണാം. പൗലോസിൻ്റെ അവസാനത്തെ ലേഖനമാണിത് എന്ന് പറഞ്ഞല്ലോ കാലഘട്ട ക്രമത്തിൽ. അങ്ങനെ ആയതുകൊണ്ട് ഒരുപക്ഷെ പൗലോസിൻ്റെ അവസാന വാക്കുകൾ ഈ ലേഖനത്തിനകത്താണ് ഉള്ളത്. അതുകൊണ്ട് അതിനകത്ത് വളരെ വൈകാരികത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തിമത്തിയോസിനെ ഉത്സാഹിപ്പിക്കുന്നുണ്ട്, നിരാശനല്ല. വൈകാരികമായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തിമത്തിയോസിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ ലേഖനം രചിച്ചിരിക്കുന്നത്. നിരാശനല്ല എന്നിപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടെങ്കിൽ അതിനോടുള്ള ബന്ധത്തിലാണ് പ്രധാനപ്പെട്ട ചിന്ത കിടക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യമാണ് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ചിന്ത. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. ഒരു നിരാശയില്ല. നിരാശയോടുകൂടിയല്ല, സന്തോഷത്തോടെ. അതുകൊണ്ടാണല്ലോ അവസാനത്തേക്ക് വരുമ്പോൾ എൻ്റെ നിര്യാണകാലം അടുത്തു എന്ന് മാത്രമല്ല, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം. പ്രത്യാശയോടുകൂടെ തന്നെയാണ് അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ആശയം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലാണ് കിടക്കുന്നത്. സത്യവചനത്തെ വായിച്ചാട്ടെ. 2:15 സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചും കൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം കൂടെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനകത്ത് കഷ്ടതയുണ്ട് എന്ന് വ്യക്തമാണ്. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. അനേക ആളുകൾ ഈ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സത്യവചനം യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചാൽ എന്തുണ്ട്? കഷ്ടതയുണ്ട്. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. എവിടെ കഷ്ടം? എവിടേക്ക്? അറ്റ് ഹോം, എവേ ഫ്രം ഹോം ആൻഡ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ്. കഷ്ടത പല സ്ഥലങ്ങളിലുണ്ട്. വീട്ടിൽ കഷ്ടതയായിരിക്കും, മനസ്സിലായോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എവിടെ പോയാലും കഷ്ടത ആയിരിക്കും. പിന്നെ നമ്മളൊരു യുദ്ധസേവയിലാണ്. ഈ യുദ്ധസേവ ചെയ്യുന്നിടത്തോളം കാലം അത് കഷ്ടത ഉള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് എല്ലാ മേഖലകളിലും എല്ലാ തലങ്ങളിലും കഷ്ടത നേരിടേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് പലരും ഈ സുവിശേഷത്തിൽ വെള്ളം ചേർത്തിട്ട് സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കാതിരിക്കുന്നത്. എന്നാൽ ഈ ക്ലാസ് കയറുന്ന എല്ലാവരെയും ഞാൻ ഉത്സാഹിപ്പിക്കുന്നത് എന്താണ്? നമ്മളൊക്കെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത, കാരണം കർത്താവിൻ്റെ വരവിൽ പലരും ലജ്ജിക്കും. അങ്ങനെ ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവരായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ സത്യവചനം യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണം.
ഈ പുസ്തകത്തിനാകെ 4 അധ്യായങ്ങളാണുള്ളത്. നമുക്ക് ഓരോ അധ്യായങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 അധ്യായങ്ങൾ. 1-ാം അധ്യായത്തിൽ ദ പാസ്റ്ററൽ അപ്പീൽ ഓഫ് പോൾ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഇടയൻ്റെ അഭ്യർത്ഥന. 2-ാം അധ്യായത്തിൽ പ്രായോഗിക അഭ്യർത്ഥന, പ്രാക്ടിക്കൽ അപ്പീൽ. 3-ാം അധ്യായത്തിൽ ഒരു പ്രോഫറ്റിക് അപ്പീൽ, ഒരു പ്രവാചക അഭ്യർത്ഥന. 4-ാം അധ്യായത്തിൽ ഒരു വ്യക്തിപരമായ അഭ്യർത്ഥന, പേഴ്സണൽ അപ്പീൽ. ഇപ്പം പോൾ ടു തിമോത്തി മറന്നു പോകരുത്. പൗലോസ് തിമോത്തിയോസിനോട് ഒരു പാസ്റ്ററൽ അപ്പീൽ, പ്രാക്ടിക്കൽ അപ്പീൽ, പ്രോഫറ്റിക് അപ്പീൽ ആൻഡ് പേഴ്സണൽ അപ്പീൽ, 4 തരത്തിലുള്ള അഭ്യർത്ഥനകൾ നടത്തുക ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ പോൾ ആസ് ദ പ്രീച്ചർ, പോൾ ആസ് ദി എക്സാമ്പിൾ, പോൾ ആസ് ദി പ്രോഫറ്റ് ആൻഡ് പോൾ ആസ് ദ പ്രിസണർ. മനസ്സിലായല്ലോ? ഒരു പ്രഭാഷകൻ എന്നുള്ള നിലയിൽ 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിക്കാമോ? 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിച്ചാൽ, ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗി ഉണ്ടോ, ആസ് എ പ്രീച്ചർ, ഒരു പ്രസംഗകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അപ്പീലാണ് 1-ാം അധ്യായത്തിൽ. 1 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അവിടെ നീ മാതൃകയുള്ളവനായിരിക്കണം എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? സകലത്തിലും യു ആർ ദ മോഡൽ ഓഫ് ദ ബിലീവർ, നീ സകലത്തിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. അതാണ് 2-ാം അധ്യായത്തിലൂടെ പ്രാക്ടിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞത്, മാതൃകയുള്ള ഒരാളുടെ അഭ്യർത്ഥനയാണ്. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. അപ്പോൾ പ്രവചനമാണ്, അതുകൊണ്ട് ഒരു പ്രോഫറ്റിക് അപ്പീലാണ്. 4-ാം അധ്യായത്തിനകത്ത് 6-ാം വാക്യം വായിക്കുമ്പോൾ ഒരു തടവുകാരനെ നമ്മൾ കാണുന്നത്. 4-6, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. അപ്പം തടവിൽ കിടന്നുകൊണ്ട് നിര്യാണം പ്രതീക്ഷിക്കുന്ന ഒരു തടവുകാരൻ, അദ്ദേഹത്തിൻ്റെ അപ്പീൽ. ഈ 4 തരത്തിലുള്ള അപ്പീലുകളാണ് 4 അധ്യായങ്ങളിലുള്ളത്. നമുക്ക് ഓരോ അധ്യായങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1-ാമത്തെ അധ്യായം പാസ്റ്ററൽ അപ്പീൽ, ഒരു ഇടയൻ്റെ അഭ്യർത്ഥന. എന്താണെന്നറിയാമോ? 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങളിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കണം. 6-7 വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം. കൃപാവരം ജ്വലിപ്പിക്കണം. ദൈവം നിനക്ക് തന്ന വരം അങ്ങനെ കിടന്നു പോകാൻ ഇടയാകാതെ അതിനെ ജ്വലിപ്പിക്കണം. പ്രായമൊന്നും അതിന് നോക്കേണ്ട കാര്യമില്ല. അതിനെ ജ്വലിപ്പിച്ചെങ്കിൽ മാത്രമേ വേണ്ട തരത്തിൽ പ്രയോജനം എടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കൃപാവരം ജ്വലിപ്പിക്കണം. അതാണ് 1-ാമത് പഠിപ്പിച്ച കാര്യം. 2-ാമത്, ഈ കൃപാവരം ജ്വലിപ്പിക്കാനൊക്കെ പലരും മടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കഷ്ടത വരും. കഷ്ടത വരുമ്പോൾ ലജ്ജിക്കരുത്. 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ലജ്ജിക്കാതെ കഷ്ടം അനുഭവിക്കണം. ഒരുപാട് കഷ്ടത വരുമ്പോൾ നമ്മൾ പലപ്പോഴും അഷെയിംഡായി പോവും, അങ്ങനെ ചമ്മിപ്പോവാന്ന് പിള്ളേർ പറയല്ലേ. അങ്ങനെ ചമ്മേണ്ട ഒരു ആവശ്യമില്ല എന്ന്. കാരണം നമ്മൾ ആർക്ക് വേണ്ടിയാണ് കഷ്ടം സഹിക്കുന്നത്? കർത്താവിന് വേണ്ടിയാണ്. 1-8 വായിച്ചാട്ടെ. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ, ഞാൻ ബന്ധനത്തിലാണെന്ന് വിചാരിച്ച് ലജ്ജിക്കേണ്ട കാര്യമില്ല എന്ന്. 12-ാം വാക്യം, അതു നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നുവെങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ലജ്ജിക്കുന്നില്ല, അപ്പോൾ നീ ലജ്ജിക്കേണ്ട കാര്യമില്ല എന്ന്. ഞാൻ ഇതൊക്കെ സഹിക്കുന്നു. എന്നെ ഒരു ക്രിമിനലിനെ പോലെ, ഒരു ദുഷ്പ്രവർത്തിക്കാരനെ പോലെ കാണുന്നു, പക്ഷെ എനിക്ക് അതിനകത്ത് ലജ്ജയില്ല. റോമലേഖനത്തിൽ ഐ എം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അപ്പോൾ നീയും ലജ്ജിക്കരുത്. അപ്പോൾ സുവിശേഷത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ആളുകൾ, കൃപാവരം ജ്വലിപ്പിക്കുന്ന ആളുകൾ ലജ്ജിക്കാൻ പാടില്ല. നമ്മൾ ലജ്ജിച്ചാൽ കർത്താവ് നമ്മളെക്കുറിച്ച് ലജ്ജിക്കും ഒരു ദിവസം. അതുകൊണ്ട് നമ്മൾ ഇന്ന് ലജ്ജിക്കാതെ ധീരമായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കണം. വേറെ തരത്തിൽ പറഞ്ഞാൽ 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ സുവിശേഷത്തോട് വിശ്വസ്തത പുലർത്തണം. 18-ാം വാക്യം മാത്രം വായിക്കുകയാണെങ്കിൽ, ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. ഒനേസിഫോറസിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ വായിച്ചോളൂ. എഫെസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു. അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അവൻ സുവിശേഷത്താൽ വളരെ വിശ്വസ്തയോടെ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഫെയ്ത്ത്ഫുൾനെസ് അവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ കൃപാവരം ജ്വലിപ്പിക്കണം, ലജ്ജിക്കാൻ പാടില്ല, വിശ്വസ്തയോടെ സുവിശേഷ രംഗത്ത് നിൽക്കണം, അവിശ്വസ്തരാകാൻ പാടില്ല. കാരണം അവസാനം കർത്താവ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു എന്നാ. അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട വിജയമല്ല, വിശ്വസ്തതയാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊക്കെ പറയുന്നത് ഹീസ് എ സക്സസ്ഫുൾ പാസ്റ്റർ എന്നാണ്. അല്ല, ഹീസ് എ ഫെയ്ത്ത്ഫുൾ ഫാസ്റ്റർ എന്ന് പറയാൻ ഇടയാകണം. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? സക്സസ് എന്ന് പറയുന്ന ആളുണ്ടായി, പണമുണ്ടായി, പേരുണ്ടായി, അല്ല. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിശ്വസ്ത. ഏൽപ്പിച്ച ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെറിയ കൃപ, ചെറിയ കഴിവുകൾ, ചെറിയ സമ്പത്ത്, വാട്ട് എവർ ഗോഡ് ഗേവ്, ബി ഫെയ്ത്ത്ഫുൾ. അതാണ് ദൈവം വളരെ വിലമതിക്കുന്നത് എന്നറിയുക. 2-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. 2-ാമത്തെ അധ്യായം പ്രാക്ടിക്കൽ അപ്പീൽ, ഒരു മാതൃകയാകാനായിട്ട് പ്രായോഗികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണല്ലോ
പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തങ്ങൾ, പ്രവർത്തന ശൈലി 6-7 ചിത്രങ്ങൾ വരച്ച് ഇട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഒന്നാമത് ഒരു കാര്യവിചാരകൻ, രണ്ടാമത് ഒരു ഭടൻ, ഒരു കായിക താരം, ഒരു കൃഷിക്കാരൻ, ഒരു വേലക്കാരൻ, ചില പാത്രങ്ങൾ, ദാസൻ. ഇങ്ങനെ 7 ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ആശയം മാത്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. എന്റെ മകനെ തിമോത്തിയോസ്, എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. 2 ചിത്രങ്ങളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ആസ് എ സൺ, മകൻ എന്നുള്ള നിലയ്ക്ക്, അതുപോലെ തന്നെ കാര്യവിചാരകൻ എന്നുള്ള നിലയ്ക്ക്. അതുകൊണ്ടാണ് വിശ്വസ്ത മനുഷ്യരെ, കാര്യവിചാരകന്മാരും മക്കളും എങ്ങനെയുള്ളവരായിരിക്കണം? വിശ്വസ്തനായിരിക്കണം. അതുകൊണ്ട് അവർ കൃപയാൽ ശക്തിപ്പെടണം. അതിനാ കൃപാവരം ജ്വലിപ്പിക്കാൻ പറഞ്ഞത്. ദൈവകൃപയുടെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസ്തയോടെ ശുശ്രൂഷ നിവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. സെക്കൻഡ് പിക്ചർ, ഒരു ഭടൻ. 3-4 വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് നമ്മളത് കാണുന്നത്. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കണം. നല്ല ഭടന്മാർക്ക് കഷ്ടമുണ്ട്. അപ്പം നമ്മളൊരു സോൾജിയർ ആണെങ്കിൽ കഷ്ടം സഹിക്കണം. ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കണം. യേശുവിനെ ഓർക്കണം. മറ്റുള്ളവർക്കായിട്ട് നമ്മൾ കഷ്ടം സഹിക്കണം. വചനം വിശ്വസിക്കണം. ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ തേർഡ് പിക്ചർ ഈസ് ദാറ്റ് ഓഫ് ആൻ അത്ലറ്റ്. 5-ാം വാക്യം, ഒരു കായിക താരത്തിന്റെ ചിത്രമാണ് 5-ാം വാക്യത്തിലുള്ളത്. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പൊരുതായികയിൽ അല്ലെങ്കിൽ ഓടുക, ചട്ടപ്രകാരം ഓടണം. അനുസരണം വേണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6-7 വാക്യങ്ങളിൽ ഒരു കൃഷിക്കാരന്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. 6-ാം വാക്യം, അധ്വാനിക്കുന്ന കൃഷിക്കാരൻ. അപ്പോൾ കൃഷിക്കാരനാണെങ്കിൽ അവൻ അധ്വാനിക്കണം, ക്ഷമ വേണം, ഫലത്തിനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കണം. എങ്കിലേ ഫലം അനുഭവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. 5-ാമത്തെ ചിത്രം ഒരു വേലക്കാരൻ്റെതാണ്. നമ്മൾ നേരത്തെ വായിച്ചിരുന്നു അല്ലേ? ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരൻ. 14 മുതൽ 18 വരെ. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരൻ. അപ്പം ഉത്സാഹിയായിരിക്കണം, തർക്കങ്ങൾ ഉണ്ടാക്കാനായിട്ട് പാടില്ല, വൃഥാലാഭങ്ങൾ ഒഴിവാക്കണം, സത്യത്തിൽ നിന്ന് കൊള്ളാകുന്നവനായിട്ട് തെളിയണം. ധാരാളം കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നീടുള്ളൊരു നല്ല ചിത്രം പാത്രങ്ങൾ, വെസൽസ് എന്നുള്ളതാണ്. 2-19 മുതലുള്ള വാക്യങ്ങൾ. അതിൽ 21-ാം വാക്യം മാത്രം നമുക്ക് വായിക്കാം. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. അവിടെ പലതരം പാത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു വീട്ടിൽ പലതരം പാത്രങ്ങളുണ്ട്. ചിലത് മാനകാര്യത്തിന്, ഹീനകാര്യത്തിന്. പക്ഷേ ഏതാണെങ്കിലും ഒരു പാത്രത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തന്നെത്താൻ വെടിപ്പാക്കിയ, വെടിപ്പുള്ള പാത്രമായിരിക്കണം. കർത്താവിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പാത്രമായിട്ട് ഇരിക്കണം. ക്ലീൻ വെസൽ എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി ഒരു ദാസൻ അല്ലെങ്കിൽ ഒരു അടിമയുടെ ചിത്രമാണ്. 23 മുതലുള്ള 24-ാം വാക്യം മാത്രം നമുക്ക് വായിക്കാം. കർത്താവിന്റെ ദാസൻ വായിച്ചോ. കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായത്ര ഇരിക്കേണ്ടത്. അപ്പം നമുക്ക് ഈ 7 ചിത്രങ്ങളും അതിൻ്റെ ഗുണവും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, കാര്യവിചാരകൻ വിശ്വസ്തനായിരിക്കണം, ഭടൻ കഷ്ടം സഹിക്കാൻ മനസ്സുള്ളവനായിരിക്കണം, കായിക താരം നിയമങ്ങൾ അനുസരിക്കുന്നവനായിരിക്കണം, റൂൾസ് ഓഫ് ദ ഗെയിം, നിയമങ്ങൾ അനുസരിക്കണം, ചട്ടം വേണം, കൃഷിക്കാരൻ അധ്വാനിക്കാൻ തയ്യാറായിരിക്കണം, വേലക്കാരൻ കൊള്ളാകുന്നവനായിട്ട് തെളിയണം, ലജ്ജിക്കാൻ ഇടയാകാൻ പാടില്ല, പാത്രം മാനപാത്രമായിരിക്കണം, അതെപ്പോഴും വെടിപ്പായിരിക്കണം, ദാസൻ ഉപദേശിക്കാൻ സമർത്ഥനും ശാന്തനും ദോഷം സഹിക്കുന്നവനും ഉത്തരവാദിത്വമുള്ളവനായിരിക്കണം എന്നർത്ഥം. അപ്പോൾ ഇതാണ് 2-ാം അധ്യായം. 3-ാമത്തെ അധ്യായം അറിയാമല്ലോ, പ്രവചനമായിട്ട് ഉള്ള ഒരു അപ്പീലാണ്, പ്രോഫറ്റിക് അപ്പീലാണെന്ന് പറഞ്ഞു. തുടങ്ങുന്ന 1-ാമത്തെ വാക്യം മുതൽ 9-ാം വാക്യം വരെ വായിക്കുമ്പോൾ ഒരു പ്രവചനമാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ആ വാക്യങ്ങൾ 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ 22 വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ അന്ത്യകാലത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സഹോദരനെ കൊണ്ടത് വായിപ്പിക്കുന്നതിന് മുമ്പ് വാക്കുകളൊന്ന് പറയാം, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വായിക്കാം. 22 വാക്കുകൾ എന്തൊക്കെയാണ് അന്ത്യകാലത്തെ? എനിക്ക് തോന്നുന്നു ഇന്ന് ഈ 22 വാക്ക് പോരാൻ തോന്നുന്നു അല്ലേ? കുറച്ച് വാക്കുകൾ കൂടെ ചേർക്കണമെന്ന് സംശയം വരുന്ന തരത്തിലാണ് ഇന്നത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ്? സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ, വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാർ, അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, അശുദ്ധർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഏഷണിക്കാർ, അജിതേന്ദ്രിയന്മാർ, ഉഗ്രന്മാർ, സൽഗുണദ്വേഷികൾ,
ദ്രോഹികൾ, ധാർഷ്ട്യക്കാർ, നിഗളികൾ, ഭോഗപ്രിയർ എന്ന് പറഞ്ഞാൽ ദൈവപ്രിയമില്ലാത്തവർ, ഭക്തിയുടെ വേഷം ധരിക്കുന്നവർ, ശക്തിയില്ലാത്തവർ, ശക്തിയെ ത്യജിക്കുന്നവർ, വീടുകളിൽ നൂണ് കടക്കുന്നവർ, ദുഷ്ടമനുഷ്യർ, മായാവികൾ, നാനാമോഹങ്ങൾക്ക് അധീനർ, വഞ്ചിക്കുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നവർ. ഞാൻ തന്നെ ഇപ്പോൾ 22 കൂടുതൽ വാക്കുകൾ പറഞ്ഞു. അപ്പോൾ ഈ ക്വാളിറ്റീസൊക്കെയാണ്. അതെല്ലാം എന്താണെന്നുള്ളത് പഠിക്കുന്നത് നല്ലതാണ്. ഏതായാലും നമുക്ക് ആദ്യത്തെ 9 വാക്യങ്ങളൊന്ന് വായിച്ചാലോ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണ ദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി അത്രയും വാക്യങ്ങളും നിങ്ങൾ വായിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ടേൺ അവേ ഫ്രം ദ ഫാൾസ്. തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരുടെ കൂടെ കൂടരുത്. ടേൺ അവേ. അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക. പിന്നെ വിട്ടൊഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അതാണല്ലോ പിന്നത്തെ പ്രശ്നം. 10-ാം വാക്യം വായിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ വിട്ടൊഴിഞ്ഞിട്ട് നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. പറഞ്ഞാൽ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ളവരെ വിട്ടൊഴിഞ്ഞിട്ട് പൗലോസിനെ പോലെ സത്യസന്ധരായിട്ടുള്ള ആളുകളെ അനുഗമിക്കണമെന്ന്. മാതൃകയുള്ളവരെ അനുഗമിക്കണം. മനസ്സിലായല്ലോ? വേണ്ടാത്തവരെ വിട്ടൊഴിയുക, വേണ്ടവരെ അനുഗമിക്കുക. ടേൺ അവേ ഫ്രം ദ ഫാൾസ് ആൻഡ് ഫോളോ ദോസ് ഹു ആർ ട്രൂ. സത്യസന്ധന്മാരായ വിശ്വസ്തന്മാരായ ആളുകളെ അനുഗമിക്കുക, വേണ്ടാത്തവരെ വിട്ട് ഒഴിയുക. പക്ഷെ അതും ഒരു വല്ലാത്ത ആരാ സത്യസന്ധൻ എന്നൊക്കെ നിശ്ചയിക്കാൻ ഇപ്പം ഈ കാലഘട്ടത്തിൽ, പണ്ട് പൗലോസ് ഉള്ളപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ ആരാ സത്യസന്ധൻ എന്നൊക്കെ നിശ്ചയിക്കാൻ വിഷമമുള്ളത് കൊണ്ട് അതിനൊരു കറതീർന്ന പ്രശ്നമില്ലാത്ത കാര്യം പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അതിനുള്ള റെമഡി പറഞ്ഞിട്ടുണ്ട്. 16-ാം വാക്യമാണ് അതിൻ്റെ കീ. എന്താണെന്നറിയാമോ? അന്ത്യകാലത്ത് നമുക്ക് ഏറ്റവും ഉപകരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. 14 മുതൽ 17 വരെ നമുക്കൊന്ന് വായിക്കാം. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചുമിരിക്കുന്നതിൽ നിലനിൽക്കാം. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ. വിട്ടൊഴിഞ്ഞിട്ട് ആരെ പിൻഗമിക്കണമെന്ന് ചോദിച്ചാൽ, എനിക്കൊരാളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കാണേണ്ടത് വചനമാണ്. ഫോളോ ദ വേർഡ്, ദൈവവചനത്തെ. കാരണം ദൈവവചനം പ്രയോജനമുള്ളതാകുന്നു. 17-ാം വാക്യം നോക്കുക. ദൈവവചനം ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. ദൈവവചനം സകല വിധത്തിലും പ്രയോജനമുള്ളതാണ്. വചനം നിങ്ങളെ ഒരിക്കലും തെറ്റിച്ച് കളയുകയല്ല. സോ ഫോളോ ദ വേർഡ് ഓഫ് ഗോഡ്. ഈ വചനം തന്നെയാണ് യേശുക്രിസ്തു. അതുകൊണ്ട് യു ക്യാൻ ഫോളോ ജീസസ്. അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ജഡമായി തീർന്നതാണ് യേശുക്രിസ്തു. സോ യു ഫോളോ ദ വേർഡ്. വചനത്തെ അനുഗമിക്കുക. അതുകൊണ്ടാണ് ഈ വചനം പഠിപ്പിക്കാൻ ഇത്ര താല്പര്യം ഞാൻ എടുക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് വചനം അനുസരിച്ച് വചനപ്രകാരം മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റിപ്പോവുകയില്ല. അന്ത്യകാലത്ത് ഉപകരിക്കുന്നത് ഉപദേശങ്ങളല്ല, ദൈവവചനമാണ്. അത് പ്രയോജനം. അത് എന്താ എൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ, വായിച്ച ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യനെ തികഞ്ഞവനാക്കുന്നത്. അങ്ങനെ വായിച്ചത് ഓർക്കുന്നുണ്ടോ? ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടത്. വായിച്ചാട്ടെ വാക്യം. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. അപ്പൊ ദൈവത്തിന്റെ മനുഷ്യൻ തികഞ്ഞവനാകാനായിട്ട് അവനെ സഹായിക്കുന്നത് ദൈവത്തിന്റെ വചനം. അതിനാ പ്രയോജനം. എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ, തികഞ്ഞവനാകുവാൻ, ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും
സമ്പൂർണ്ണരുമാകുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. എങ്ങനെ? ദൈവത്തിൻ്റെ വചനം 4 തരത്തിൽ പ്രവർത്തിക്കും: ഉപദേശം, ശാസന, ഗുണീകരണം, നീതിയിലെ അഭ്യാസം. ആ വാക്യം കൂടെ വായിക്കാം നമുക്ക്. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഉപദേശം, ഡോക്ട്രിൻ; ശാസന, റിപ്രൂഫ്; ഗുണീകരണം, കറക്ഷൻ; അഭ്യാസം, ഡിസിപ്ലിൻ ഓർ ഇൻസ്ട്രക്ഷൻസ്. അത് കേട്ടു. എന്താ അതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ, ഈ ഡോക്ട്രിൻ അല്ലെങ്കിൽ ഉപദേശം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് റൈറ്റ്, എന്താണ് ശരി എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് നേരത്തെ അന്യത ഉപദേശിക്കരുതെന്ന് പറഞ്ഞത്. വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. ശരിയും തെറ്റും തിരിച്ചറിയണമല്ലോ. എന്താണ് ശരി എന്ന് കാണിച്ചു തരുന്നതിനാണ് ഉപദേശം എന്ന് പറയുന്നത്. അപ്പം ശാസന എന്ന് പറഞ്ഞത് എന്താണ്? വാട്ട് ഈസ് നോട്ട് റൈറ്റ്, എന്ത് ശരിയല്ല എന്ന് പറയുന്നതാണ്. ഉപദേശം എന്താണ് ശരി. ശാസന എപ്പോഴാണ് ശാസന കിട്ടുന്നത്? ശരി ചെയ്യാതിരിക്കുമ്പോഴാണല്ലോ. അപ്പം ശാസന എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് നോട്ട് റൈറ്റ്, എന്ത് ശരിയല്ല എന്ന് പറഞ്ഞു തരുന്നതാണ്. ഗുണീകരണം, കറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹൗ ടു ഗെറ്റ് റൈറ്റ്, എങ്ങനെ ശരിയിലേക്ക് വരാം എന്ന് പറഞ്ഞു തരുന്നതാണ് കറക്ഷൻ, ഗുണീകരണം. പിടികിട്ടുന്നുണ്ടോ? എന്താണ് ശരി, അതാണ് ഉപദേശം. എന്ത് ശരിയല്ല, അതാണ് ശാസന. എങ്ങനെ ശരിയാകാം, അതാണ് ഗുണീകരണം. ഇനി ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെ ഈ ശരിയിൽ തന്നെ തുടരാം എന്നുള്ളതാണ്, അല്ലേ? അതിനാണ് അഭ്യാസം. അഭ്യാസം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയിൽ തന്നെ തുടരാം, ഇടയ്ക്ക് തെറ്റിലേക്ക് പോകാതെ ശരിയിൽ തന്നെ എങ്ങനെ തുടരാം. വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് നോട്ട് റൈറ്റ്, ഹൗ ടു ഗെറ്റ് റൈറ്റ് ആൻഡ് ഹൗ ടു സ്റ്റേ റൈറ്റ്, ഹൗ ടു കണ്ടിന്യൂ റൈറ്റ്. ഈ 4 കാര്യങ്ങളാണ് ഉപദേശം, ശാസന, ഗുണീകരണം, അഭ്യാസം എന്ന് പറഞ്ഞത്. ചുമ്മാ 4 വാക്ക് വായിച്ചു വിട്ടാൽ പോരാ, അതിൻ്റെ അർത്ഥം ഗ്രഹിക്കണം. ശരി എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ചെയ്യണം, എന്ത് ശരിയല്ലെന്ന് കണ്ടുപിടിച്ച് അതിനെ ഒഴിവാക്കണം. ഇനി എന്തെങ്കിലും ശരികേടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാക്കാം എന്ന് വചനം പറഞ്ഞു തരുന്നുണ്ട്. അതനുസരിച്ച് ശരിയിലേക്ക് വരണം, എന്നിട്ട് ശരിയിൽ തന്നെ തുടരണം. ഒരിക്കലും പിന്നെ തെറ്റിലേക്ക് പോകരുത്. ഇതാണ് 3-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 4-ാമത്തെ അധ്യായം പേഴ്സണൽ അപ്പീൽ, വ്യക്തിപരമായ അഭ്യർത്ഥനയാണ്. അതായത് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഫ്രം പോൾ ടു തിമോത്തി എന്ന് വേണമെങ്കിൽ പറയാം. വൈകാരികമായിട്ട് തൻ്റെ കാലം കഴിയുകയാണ്. അധ്യായത്തിലുള്ള പറഞ്ഞിരിക്കുന്നത് എൻ്റെ നിര്യാണകാലം അടുത്തു, ഞാൻ നല്ല പോർ പൊരുതു, ഇറ്റ്സ് ഓൾ ഓവർ. അപ്പോൾ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടത് ആരാ? തിമോത്തി അതുപോലത്തെ ആളുകളാണ്. അപ്പോൾ അവരോട് പേഴ്സണലായിട്ട് പറയുകയാണ്, നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് നമുക്കുള്ള ഉപദേശമാണ്. ഒന്നാമത് പറഞ്ഞ കാര്യം 2-ാം വാക്യത്തിലുണ്ട്, 4:2. വചനം പ്രസംഗിക്കുക. ദാറ്റ്സ് വെരി സിമ്പിൾ. എന്താണ്? അതുകൊണ്ടാണ് ഇപ്പോൾ വചനത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് പറഞ്ഞു യു പ്രീച്ച് ദ വേർഡ്, വചനം പ്രസംഗിക്കുക. D.L. മൂഡിയോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ വിജയിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഐ പ്രീച്ച് ദ വേർഡ്, ഐ പ്രീച്ച് ദ വേർഡ്, ഐ പ്രീച്ച് ദ വേർഡ്. ഞാൻ വചനം പ്രസംഗിക്കുന്നു, വചനം പ്രസംഗിക്കുന്നു, വേറൊന്നും പ്രസംഗിക്കുന്നില്ല. അതുകൊണ്ട് പോള് പറഞ്ഞൊരു കാര്യമാണ് വചനം പ്രസംഗിക്കുക. പക്ഷെ വചനം പ്രസംഗിക്കാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം, വചനം പ്രസംഗിക്കുക സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. 2-ാം വാക്യം വായിച്ചായിട്ട്. 2-ാം വാക്യം, വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. വായിച്ചോ. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. വായിച്ചോ. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കാം, കഷ്ടം സഹിക്കുക. അവിടെ വരെ എത്താനാണ് ഞാൻ കാത്തിരുന്നത്. ഈ വചനം മാത്രം പ്രസംഗിക്കാനാണല്ലോ മടി കാണിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനകത്തൊരു കഷ്ടതയുണ്ട്. അതേസമയം കെട്ടുകഥകളൊക്കെ പറയുകയാണെങ്കിൽ, കർണരസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു കഷ്ടമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഇല്ലേ? കഷ്ടതയൊന്നുമില്ല. എല്ലാവരും സാറ് ഇനിയും വരണമെന്ന് പറയും, അല്ലെങ്കിൽ പാസ്റ്റർ ഇനിയും വരണമെന്ന് പറയും. കാരണം നല്ല കഥകളും തമാശകളും ഒക്കെ കേൾക്കാം. എന്നാൽ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുകയാണെങ്കിൽ എന്തുണ്ട്? കഷ്ടതയുണ്ട്. അതുകൊണ്ടാണല്ലോ നേരത്തെ ലജ്ജിക്കേണ്ട എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് 1-ാമത്തെ ഉത്തരവാദിത്വം പ്രീച്ച് ദ വേർഡ്, വചനം പ്രസംഗിക്കുക. 2-ാമത്തെ ഉത്തരവാദിത്വമാണ് 5-ാം വാക്യത്തിൽ നമ്മൾ കേട്ടത്, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഫുൾഫിൽ യുവർ മിനിസ്ട്രി. മറ്റുള്ളവരുടെ ശുശ്രൂഷ ഒന്നും നീ നോക്കി വിഷമിക്കേണ്ട, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക.
അത് കഴിഞ്ഞിട്ട് ഫൈനലി പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നീ വിശ്വസ്തനായിരിക്കുക, ഉത്സാഹിയായിരിക്കുക. 10-ാം വാക്യം നമുക്ക് വായിക്കാം. ബി ഡിലിജന്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ. 10-ാം വാക്യം. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയ്ക്ക് പോയി. അങ്ങനെ പോകരുതെന്നായി പറഞ്ഞു. അതുകൊണ്ടാണ് ഡിലിജന്റ്. ആ വാക്യം എങ്ങനെ റെലവെന്റ് ആകുന്നത് നിങ്ങൾ ചിന്തിച്ചെങ്കിൽ വായിച്ചു. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടു തെസ്സലോനിക്കയ്ക്ക് പോയി. കേസ് ഗലാത്യക്കും തീത്തോസ് ദൽമാത്യക്കും പോയി. പലരും പല വഴിക്ക് പോയി. പക്ഷെ നീ എങ്ങനെ ആയിരിക്കണം? വിശ്വസ്തനുമായിരിക്കണം, ഉത്സാഹിയുമായിരിക്കണം. ബി ഫെയ്ത്ത്ഫുൾ ആൻഡ് ഡിലിജന്റ്. വൈ? എൻ്റെ നിര്യാണകാലം അടുത്തു. 6-ാം വാക്യം. ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ. എൻ്റെ നിര്യാണകാലം അടുത്തു. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഈ വാക്കുകൾ വായിച്ചപ്പോൾ ഇത് പൗലോസിൻ്റെ ഫൈനൽ ലെറ്റർ ആണെന്നുള്ളത്, എപ്പിസിൽ ആണെന്നുള്ളത് ക്ലിയർ ആണല്ലോ. ഏതാണെങ്കിലും ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ നിര്യാണകാലം അടുത്തു, ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ ഈസ് അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന് 4 അർത്ഥങ്ങളുണ്ട്. അത് നമ്മളിവിടെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അതിനാണ് ഈ ലിങ്ക് കൊടുക്കുന്നത്. ലിങ്കിൽ കയറി അതെല്ലാം കേൾക്കുക. ഞാൻ ചുരുക്കത്തിൽ പറയാം. 4 അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഒന്നാമത്തെ ഒരു ചിത്രം അവിടെ ഉള്ളത് ഒരു കപ്പൽ ഒരു തുറമുഖത്ത് നിന്ന് മറ്റൊരു തുറമുഖത്തിലേക്ക് യാത്രയാകുന്നതിൻ്റെയാണ്. അപ്പോൾ ഈ തീരം വിട്ട് മറ്റൊരു തീരത്തേക്ക് കപ്പൽ യാത്രയാകുന്നു. മറ്റൊരർത്ഥം, പൗലോസ് ടെൻ മേക്കർ ആയിരുന്നു, കൂടാരപ്പണിക്കാരനായിരുന്നു. കൂടാരം അഴിച്ചു കെട്ടുന്നു. അഴിച്ചു കെട്ടുന്നത് എന്തിനാ? വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി അടിക്കുന്നതിനായിട്ട്. മൂന്നാമത്, ലൂസിങ് എ പ്രിസണർ, ഒരു തടവുകാരനെ മോചിപ്പിക്കുന്നു. പിന്നെ അവനെ കൊല്ലാൻ കൊണ്ടുപോകുന്നതല്ല, ഇത്രയും നാൾ തടവിലായിരുന്നു, ഇനി മോചനം കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഒരു ബദ്ധനായിരുന്നു, ഇനി ഒരു തികഞ്ഞ സ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ്. 4-ാമത്തെ അർത്ഥം, അൺയോക്കിങ് ആൻ ഓക്സ്, അതായത് ഇതുവരെ കർത്താവിൻ്റെ നുഖത്തിൻ്റെ കീഴിലായിരുന്നു, ഇപ്പോൾ നുഖം എടുത്തു മാറ്റി എന്നിട്ട് ആ ഹാർഡ് വർക്കിൽ നിന്ന് ഫ്രീ ആക്കുക ചെയ്യുന്നത്. ഇതാണ് ആ നിര്യാണകാലം അടുത്തു എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? പൗലോസ് ഈ തീരം വിട്ട് വേറൊരു തീരത്തേക്ക്, ഡിപ്പാർച്ചർ ഉണ്ടെങ്കിൽ അറൈവലുണ്ട്. ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്തു, വേറെ സ്ഥലത്ത് അറൈവ് ചെയ്യുന്നു. ഇവിടുത്തെ ടെൻ്റ് അഴിച്ചു കെട്ടി, കൂടാരമാകുന്ന എൻ്റെ ഭൗമഭവനം അഴിച്ചു കെട്ടി. എന്തിന്? നിത്യഭവനമായിട്ട് പുതിയൊരു സ്ഥലത്ത് കൊണ്ടുപോയി അടിക്കാനായിട്ട്. ഞാൻ ഇതുവരെ കർത്താവിൻ്റെ ബദ്ധനായിരുന്നു, ഇപ്പോൾ എന്നെ മോചിതനാക്കുന്നു. ഞാൻ കർത്താവിൻ്റെ നുഖത്തിൻ്റെ കീഴിലായിരുന്നു, എന്നെ അതിൽ നിന്ന് മോചിപ്പിച്ചു. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവരവരുടെ പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. വിശ്രമം, സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് കർത്താവ് തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കിരീടവും കൂടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നീതിയുടെ കിരീടം എന്ന് പറഞ്ഞത് 8-ാം വാക്യത്തിൽ. അപ്പം കിരീടങ്ങളെക്കുറിച്ച് കൂടെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ 4 കിരീടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, യാക്കോബ് 1:12, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് അവർക്ക് സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ജീവകിരീടം. ഈ വാക്യങ്ങൾ വായിക്കാം. യാക്കോബ് 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, വെളിപ്പാട് 2:10 ഉണ്ട്. ഒന്നാമത് നമുക്ക് ലഭിക്കുന്ന ഒരു കിരീടം ജീവകിരീടമാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഇന്നിപ്പോൾ നമ്മൾ വായിച്ച തിമോത്തി 4:8 നീതിയുടെ കിരീടത്തെക്കുറിച്ച് ഉണ്ടായിരുന്നല്ലോ. ഇനി അവൻ എനിക്ക് എന്ത് തരും? നീതിയുടെ കിരീടം. ഇനി നീതിയുടെ കിരീടം എനിക്കായി ജീവകിരീടമുണ്ട്, നീതിയുടെ കിരീടമുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 2:19 പ്രശംസാ കിരീടം, ക്രൗൺ ഓഫ് റിജോയ്സിങ് എന്ന് പറയുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. 1 Thessalonians 2:19 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയും സന്തോഷമോ പ്രശംസാ കിരീടമോ ആർ നിങ്ങളുമല്ലയോ. 1 കൊരിന്ത്യർ ലേഖനം 9:25 വാടാത്ത കിരീടം. ചിലരൊക്കെ വാടുന്ന കിരീടം പ്രാപിക്കും, എന്നാൽ വാടാത്ത കിരീടത്തെക്കുറിച്ച്, അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് പത്രോസിന്റെ രീതിയിൽ പറഞ്ഞാൽ തേജസിന്റെ വാടാത്ത കിരീടം. 1 പത്രോസ് 5:4 അപ്പോൾ ഇത് 4 വ്യത്യസ്ത കിരീടമാണെന്ന് വിചാരിക്കേണ്ട. ജീവകിരീടം, നീതിയുടെ കിരീടം, വാടാത്ത കിരീടം എന്ന് പറയുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ കിട്ടുന്ന കാര്യം. നിങ്ങളെ നീതീകരിച്ചു,
അനീതിയുള്ളവനായിരുന്നു, നീതീകരിച്ചു. ആമേൻ. ജീവനില്ലാത്തവനായിരുന്നു, ജീവൻ തന്നു. ആമേൻ. തേജസ് ഇല്ലാത്തവരായിരുന്നു, തേജസ് തന്നു. ആമേൻ. പിന്നെ ഇതിന്റെ കൂടിയ ആളുകളും കൂടെ ആയപ്പോൾ പ്രശംസാ കിരീടം. നിങ്ങളും കൂടെ അല്ലയോ പ്രശംസ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അപ്പോൾ ഈ കിരീടങ്ങളെ കുറിച്ചുള്ള ചിത്രവും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. തീമോഥെയോസിന്റെ ലേഖനങ്ങൾ രണ്ടും കൂടെ നമ്മൾ പഠിച്ച് തീരുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പലതരം സ്നേഹങ്ങളെക്കുറിച്ച് ഈ പുസ്തകങ്ങളിൽ വായിച്ചു പോയപ്പോൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്നേഹം ഏതാണെന്നും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ, താഴേക്കിടയിലുള്ള കുറേ സ്നേഹങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 1 തിമോത്തി 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ദ്രവ്യാഗ്രഹം, ലവ് ഓഫ് മണി എന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അപ്പൊ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലം. കണ്ടോ, ലവ് ഓഫ് മണി, ദ്രവ്യത്തെ സ്നേഹിക്കുന്നത് അപകടമാണ്. ഇനി 2 തിമോത്തി 3:2 ചിലർ ദ്രവ്യത്തെ അല്ല സ്നേഹിക്കുന്നത്, സ്വസ്നേഹികൾ എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു. ലവിങ് ദംസെൽസ്, സ്വസ്നേഹികളും എന്ന് പറഞ്ഞാൽ അവരെ തന്നെ സ്നേഹിക്കുന്നവർ. പണത്തെ സ്നേഹിക്കുന്നവരുണ്ട്, അവരെ തന്നെ സ്നേഹിക്കുന്നവരുണ്ട്. മൂന്നാമതൊരു കൂട്ടര് 2 തിമോത്തി 3:4 ഭോഗപ്രിയർ, ലവിങ് പ്ലഷർ ഇല്ലേ, ഭോഗപ്രിയരായി. ഭോഗപ്രിയർ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ദേ ലവ് പ്ലഷർ. ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പണം സ്നേഹിക്കുന്നവരുണ്ട്, അവരെ തന്നെ സ്നേഹിക്കുന്നവരുണ്ട്, പിന്നെ ലൗകിക സുഖങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ലോകത്തെ സ്നേഹിച്ചു. ദേമാസിന്റെ കാര്യമാണ് പറയുന്നത്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട്. അപ്പോൾ ഈ 4 സ്നേഹങ്ങൾ നമുക്കറിയാം അല്ലേ? ഇത് ശരിയല്ലേ? പണത്തെ സ്നേഹിക്കുന്നവരുണ്ട്, സ്വയത്തെ സ്നേഹിക്കുന്നവരുണ്ട്, പ്ലഷേഴ്സ് അല്ലെങ്കിൽ ലൗകിക സുഖങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, ലോകത്തെ സ്നേഹിക്കുന്നവരുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് എന്തിനെയാണ് സ്നേഹിച്ചിരുന്നത്? ഈ 4ഉം വിട്ടിട്ട് പൗലോസിനൊരു ആ സ്നേഹം ഉണ്ടെങ്കിൽ ഇത് 4ഉം ക്യാൻസൽ ആയിക്കോളും. എന്താണത്? 2 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞു, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന. വായിച്ചാട്ടെ, 2 തിമോത്തി 4:8. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. മലയാളത്തിൽ വായിക്കുമ്പോൾ ഫോഴ്സ് പോരാ, ലവിങ് ദി അപ്പിയറിംഗ് ഓഫ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ സ്നേഹിക്കുന്നവർ. അങ്ങനെ ഒരു കൂട്ടരുണ്ടോ? ഉണ്ട്. നമ്മളാണ് അവർ. അവരെ ഓർത്ത് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരാൾ പണത്തെ അല്ല സ്നേഹിക്കുന്നത്, സ്വയത്തെ അല്ല സ്നേഹിക്കുന്നത്, പ്ലഷേഴ്സ് ഈ ലോക സുഖങ്ങളെ അല്ല സ്നേഹിക്കുന്നത്, ഈ ലോകത്തിലുള്ള ഒന്നിനെയും അല്ല സ്നേഹിക്കുന്നത്. പിന്നെ എന്തിനെ സ്നേഹിക്കുന്നത്? എൻ്റെ കർത്താവ് വേഗം വരണം. ആമേൻ. കർത്താവേ വരണമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. എൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞതൊരു കുറവ് നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ 4 സ്നേഹങ്ങൾ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രത്യക്ഷതയെ സ്നേഹിക്കണം, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവരായിട്ടിരിക്കുവാൻ. ഹൗ മെനി ഓഫ് യു ലവ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ്? എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, എത്ര പേര് എൻ്റെ കർത്താവ് വേഗം വരണം, അവനെ എനിക്ക് കാണണം, ഞാൻ അവനെ കണ്ടിട്ടില്ലെങ്കിലും അവനെ സ്നേഹിക്കണം, അവൻ വേഗം വരണം, എനിക്ക് അവനെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ലവ് ഹിസ് അപ്പിയറിങ്, അവൻ്റെ അപ്പിയറൻസിനെയാണ് നമ്മൾ ആഗ്രഹിക്കുക. പൗലോസ് അങ്ങനെയായിരുന്നു. അതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് മാത്രമല്ല. അപ്പം എനിക്ക് മാത്രമല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടുകൊണ്ടിരുന്നത് അവൻ്റെ വരവിനെയാണ്. പക്ഷെ അത് വരുന്നതിന് മുമ്പ് എന്നെ അങ്ങോട്ട് വിളിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ വരവിന് വേണ്ടി പ്രിയമുള്ള എല്ലാവർക്കും ഈ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കതുകൊണ്ട് ഈ പണസ്നേഹം വിട്ടുകളയാം അല്ലേ, സ്വസ്നേഹം വിട്ടുകളയാം, ഈ പ്ലഷേഴ്സ് ഭോഗങ്ങളെ സ്നേഹിക്കുന്നത് വിട്ടുകളയാം, ലോകത്തെ സ്നേഹിക്കുന്നത് വിട്ടുകളഞ്ഞിട്ട് കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കാം. കർത്താവെ വരണമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് അവനോട് പറയാം. നമുക്ക് നമ്മളെ തന്നെ കർത്താവിൻ്റെ കയ്യിൽ സമർപ്പിക്കാം. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സ്നേഹത്തിൽ നമുക്ക് തുടരാം. അങ്ങനെ മാത്രമേ അവനെ സ്നേഹിക്കുന്നവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. നമുക്ക് നിത്യതയിൽ അവൻ്റെ കൂടെ ഈ സ്നേഹത്തിൽ നിരന്തരം വസിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ആമേൻ.